ഖാലിദ് കാ ശിവജി എന്ന മറാഠി സിനിമ പ്രദർശിപ്പിക്കുന്നത് മഹാരാഷ്ട്ര സർക്കാർ വിലക്കി. സിനിമയ്ക്ക് നൽകിയ സെൻസർ സർട്ടിഫിക്കറ്റ് പിൻവലിക്കാൻ കത്ത് നൽകി. സിനിമ പ്രദർശിപ്പിക്കാതിരിക്കാൻ ഒരു കാരണമേ പറയുന്നുള്ളൂ. ഛത്രപതി ശിവജി മതേതരത്വം പാലിച്ച രാജാവാണെന്നാണ് സിനിമ പറയുന്നത്. മുസ്ലിങ്ങളോട് കരുണയോടെ പെരുമാറിയെന്നാണ് സിനിമയിലെ കഥ. ശിവജി മുസ്ലിങ്ങളുടെ ശത്രുവായിരുന്നു. മുസ്ലിങ്ങളെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ആളാണ്. അതുകൊണ്ട് ശിവജിക്ക് വേറൊരു ചരിത്രം വേണ്ട. ഇതാണ് സിനിമ തിരുത്താനുള്ള കാരണം. ഛത്രപതി ശിവജി മതേതരനോ മതഭ്രാന്തനോ? നോക്കാം, സത്യം പറയട്ടെ. മഹാരാഷ്ട്രയിൽ ഗോവിന്ദ് പൻസാര വെടിയേറ്റു മരിച്ചതിന് FIR-ൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാരണമുണ്ട്. ഛത്രപതി ശിവജി മുസ്ലിങ്ങളുടെ സുഹൃത്തായിരുന്നെന്നും ശിവജിയുടെ സൈന്യത്തിൽ 35% മുസ്ലിങ്ങൾ ആയിരുന്നെന്നും ഉന്നത ഉദ്യോഗസ്ഥരിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണെന്നും പറയുന്ന പുസ്തകം എഴുതി. ശിവജി കോൻ ഹോത്ത എന്ന ആ പുസ്തകത്തിന്റെ പേരിലാണ് വെടിവെച്ചു കൊന്നത്. ശിവജി മുസ്ലിങ്ങളോട് വിരോധം വെച്ചു പുലർത്തിയെന്നാണ് തീവ്ര ഹിന്ദു സംഘടനകളുടെ നിലപാട്. ഗോവിന്ദ് പൻസാരയുടെ പുസ്തകത്തിൽ വിവരിക്കുന്ന ശിവജി ഏറെ പ്രത്യേകതകൾ ഉള്ളയാളാണ്. സൈന്യത്തിലും ഭരണത്തിലും ഉന്നത പദവികളിലെല്ലാം മുസ്ലിങ്ങളെയാണ് ശിവജി നിയമിച്ചത് എന്ന് പുസ്തകം പറയുന്നു. മോസ്കുകളോട് ശിവജി കാണിച്ചിരുന്ന ആദരവും മുസ്ലിങ്ങളോട് സൂക്ഷിച്ചിരുന്ന ബഹുമാനവുമെല്ലാം പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. പൻസാരയുടെ പുസ്തകത്തിന് സമാനമാണ് പുതിയ സിനിമയുടെ ട്രെയിലറിലെ വിവരണം. ശിവജി മഹാരാജിന്റെ 11 അംഗരക്ഷകരും മുസ്ലിങ്ങൾ ആയിരുന്നുവെന്നാണ് ട്രെയിലറിലെ ശബ്ദരേഖ പറയുന്നത്. റായ്ഗഡിൽ സ്വന്തം സൈനികർക്കായി ശിവജി ഒരു മോസ്ക് പണി കഴിപ്പിച്ചു. ഇതിനെല്ലാം അപ്പുറം മറ്റൊരു വാചകം കൂടി ട്രെയിലറിലുണ്ട്. ഒരു മതത്തിലും വിശ്വസിക്കാത്തയാളായിരുന്നു ശിവജി എന്നുകൂടിയാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. വിവാദമുണ്ടാക്കാൻ ഇതിനപ്പുറം ഒന്നും വേണ്ട. മുസ്ലിങ്ങൾക്ക് നന്മ ചെയ്തുവെന്നും ഒരു മതത്തിലും വിശ്വസിച്ചിരുന്നില്ല എന്നും പറയുന്നത് തീവ്ര ഹിന്ദുത്വ പാർട്ടികൾക്ക് അംഗീകരിക്കാനാവില്ല. ശിവജിയെ ഹിന്ദുത്വയുടെ പ്രതീകമായാണ് തീവ്ര സംഘടനകൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ശിവസേനയും BJPയും മാത്രമല്ല ശിവജിയെ ഹിന്ദുത്വയുടെ പ്രതീകമായി കണ്ടത്. ഹിന്ദു മഹാസഭയും വിശ്വ ഹിന്ദു പരിഷത്തും മുതൽ ബജ്രംഗദൾ വരെ തീവ്ര ഹിന്ദുവായിട്ടാണ് ശിവജിയെ കണക്കാക്കി പോരുന്നത്. മുഗൾ ഭരണത്തെ ചെറുത്ത് ഹിന്ദു സ്വരാജ്യം സ്ഥാപിച്ച രാജാവ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഈ നിലപാടിന് വിരുദ്ധമായിരുന്നു ചരിത്രകാരന്മാരുടെയും ഇടത് ചിന്തകരുടെയും എഴുത്തുകൾ. ഗോവിന്ദ് പൻസാര മാത്രമല്ല, ഇടത് ചിന്തകരെല്ലാം ശിവജിയെ മതേതരത്വത്തിന്റെ പ്രതീകമായാണ് അവതരിപ്പിച്ചിരുന്നത്. മുസ്ലിങ്ങളോട് ഏറ്റവും സ്നേഹത്തോടെ പെരുമാറിയ രാജാവ് എന്നാണ് ആ വിശേഷണങ്ങളിലെല്ലാം ഉള്ളത്. എന്നാൽ തീവ്ര ഹിന്ദു സംഘടനകളെല്ലാം ശിവജിയെ അവതരിപ്പിക്കുന്നത് മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടാണ്. മഹാരാഷ്ട്ര ഫിലിം അവാർഡ് ദാനത്തിലാണ് പ്രതിഷേധങ്ങളുടെ തുടക്കം. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് സംസാരിക്കുമ്പോൾ 2 പേർ എഴുന്നേറ്റ് നിന്ന് വിയോജിപ്പ് അറിയിക്കുകയായിരുന്നു. സിനിമ നിരോധിച്ചില്ലെങ്കിൽ തിയേറ്ററുകൾ കത്തിക്കും എന്നായിരുന്നു അവർ അറിയിച്ചത്. സമ്മേളനത്തിന് ശേഷം മടങ്ങിയ മുഖ്യമന്ത്രി എല്ലാവരെയും അമ്പരപ്പിച്ച് കത്തെഴുതുകയായിരുന്നു. സിനിമയുടെ സെൻസർ അനുമതി പിൻവലിക്കണമെന്ന് കാണിച്ചായിരുന്നു ആ കത്ത്. ഹിന്ദു മഹാസംഘ് എന്ന സംഘടനയാണ് മഹാരാഷ്ട്രയിൽ പ്രക്ഷോഭം പ്രഖ്യാപിച്ചത്. മുഴുവൻ തിയേറ്ററുകളോടും സിനിമയുടെ ബുക്കിംഗ് പിൻവലിക്കാൻ സംഘടന ആവശ്യപ്പെട്ടു. ശിവജി മഹാരാജ് ഹിന്ദുക്കളുടേതാണ്. മറ്റൊരു മതത്തിനും അദ്ദേഹത്തിൽ അവകാശം ഉന്നയിക്കാൻ കഴിയില്ല. ഹിന്ദുക്കളുടെയും മറാഠക്കാരുടെയും മാത്രം വഴികാട്ടിയാണ് ശിവജി. മറ്റൊരു മതത്തോടും അദ്ദേഹം കരുണയോടെ പെരുമാറിയിട്ടില്ല. അങ്ങനെ വരുത്തി തീർക്കാനുള്ള നീക്കം അനുവദിക്കില്ല. രാജ്പ്രീതം മോറെ സംവിധാനം ചെയ്ത ഖാലിദ് കാ ശിവജി പല മാനങ്ങളുള്ള സിനിമയാണ്. ശിവജിയെക്കുറിച്ച് ജീവിതാനുഭവങ്ങളിലൂടെ പഠിക്കുന്ന ഖാലിദ് എന്ന ബാലന്റെ കഥയാണിത്. ഒടുവിൽ ശിവജിയുടെ വേഷത്തിൽ ഖാലിദ് തന്നെ സിനിമയിലെത്തുന്നു. സിനിമയിലെ ഈ ഭാവമാറ്റങ്ങളാണ് ഹിന്ദു സംഘടനകളെ പ്രകോപിപ്പിച്ചത്. ശിവജി മഹാരാജ് എന്തിനു വേണ്ടി നിലകൊണ്ടു? ഈ ചോദ്യമാണ് എന്നും മറാഠ രാഷ്ട്രീയത്തിന്റെ കാതൽ. മതേതരത്വത്തിന് വേണ്ടി നിലകൊണ്ടു എന്ന് പറയുന്നവരായിരുന്നു ഒരു കാലത്ത് കൂടുതൽ. ശിവജി പൂർണ്ണ ഹിന്ദുത്വവാദി എന്നല്ല, മറാഠാവാദി എന്നാണ് ശിവസേന വാദിച്ചിരുന്നത്. പിന്നീട് വന്ന തീവ്ര ഹിന്ദു സംഘടനകളാണ് ശിവജിയെ ഹിന്ദുത്വയുടെ അടയാളമാക്കി അവതരിപ്പിച്ചത്. ഒരാൾ മതേതരവാദിയാണെന്നും എല്ലാ മതങ്ങളോടും സഹിഷ്ണുതയോടെ പെരുമാറിയെന്നും പറയുമ്പോൾ അതൊരു ബഹുമതിയായിട്ടാണ് ഇതുവരെ കരുതിയിരുന്നത്. ആദ്യമായിട്ടാണ് സഹിഷ്ണുതയോടെ പെരുമാറിയിട്ടില്ലെന്നും
ശത്രുത കാണിച്ചിരുന്നെന്നും തിരുത്തുവരുന്നത്. അത്തരമൊരു തിരുത്തിന് നിന്നുകൊടുക്കുന്നതോ മഹാരാഷ്ട്ര സർക്കാരും അതിന്റെ മുഖ്യമന്ത്രിയും തന്നെ. പാഠപുസ്തകങ്ങളിലെ തിരുത്തലുകൾക്കു ശേഷം മുഖ്യധാരയിലെ പുസ്തകങ്ങളും ചലച്ചിത്രങ്ങളും കൂടി മാറ്റിയെടുക്കുകയാണിപ്പോൾ തീവ്ര നിലപാടുകാർ. നമസ്കാരം.